ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകളായിട്ട് ചോദിക്കുന്നതാണ് ഈ ഡെലിവറി ജോബിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേർക്ക് പല ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡെലിവറി ജോബിൽ നടക്കുന്ന പല തട്ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ പ്രൊഫഷൻ തന്നെ വേറെ പ്രൊഫഷനാണ്. അപ്പോൾ ഈ ഡെലിവറിനെ കുറിച്ച് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഡെലിവറി ജോബായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ ബ്രോ, പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് എങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഇന്ന് ഞാൻ ഡെലിവറി ആൻഡെക്സിൻ്റെ ഒറിജിനൽ ബാഗാണ്, അതായത് യെല്ലോ ബാഗ് ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ ഡെലിവറി ചെയ്യാൻ പോകുന്നത് ആൻഡെക്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എത്ര ഒരാൾക്ക് ഒരു ഡെയിലി എത്ര ശമ്പളം ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതൊരു 6-7 മണിക്കൂർ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോകുന്നത്. കാരണം ഇതിൽ നടക്കുന്ന തട്ടിപ്പും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അതായത് A to Z കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇതിൽ ഒരുപാട് പേര് പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രോ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേര്, അതായത് ആൻഡെക്സിൽ വർക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ് ഈ വീഡിയോയുടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ എസ്പെഷ്യലി ഞാൻ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലെ ഇലക്ട്രിക് സൈക്കിളാണ്. അതായത് ഈ ഇലക്ട്രിക് സൈക്കിൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു ആൻഡെക്സിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം അത്യാവശ്യം ഒരു അക്യുമുലേറ്ററിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാറ്ററി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 to 30 ആംപിയറിൻ്റെ അടുത്ത് പവറുള്ള നല്ലൊരു 5-6 അവർ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇലക്ട്രിക് ബൈക്കാണ്. ഇത് വെച്ചാണ് ഇന്ന് ഡെലിവറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. എല്ലാവർക്കും മലയാളി ലൈഫ് ഇൻഡസ്ട്രി എന്ന പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ജോബ് മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ പ്രൊഫഷൻ ഇതല്ല. അപ്പം നിങ്ങളെ കൂടി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കാണിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നത്. എനിക്ക് ഒരു ദിവസം ഈ ആൻഡെക്സിൽ വർക്ക് ചെയ്തിട്ട് എത്ര ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, ഇതിൻ്റെ എല്ലാ ജെന്യൂറ്റ് എൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഓരോന്നായിട്ട്. മോസ്റ്റ്ലി നമുക്ക് ഓർഡർ വരുന്നതൊക്കെ ഈ വലിയ വലിയ മാളുകളുടെ അകത്തൊക്കെ ആയിരിക്കും. അതിൻ്റെ അകത്തായിരിക്കും ഈ റോസ്റ്റിക്, ബർഗർ കിങ് പോലത്തുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആൻഡെക്സിൻ്റെ സൈറ്റിലെത്തിയിരിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും ആൻഡെക്സിൽ വർക്ക് ചെയ്യാൻ അലൗഡ് ഇല്ല. കാരണം ആൻഡെക്സ് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരുപാട് സ്ട്രീറ്റ് അഡ്രസ്സിൽ, ആ സ്ട്രീറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാർക്ക് സെലക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ സെൻറ്ററിൽ ഞാൻ സെൻറ്ററിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ ആക്ച്വലി എൻ്റെ ഓർഡർ വന്നിട്ടില്ല, ഞാൻ ഓർഡറിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ആൻഡെക്സ് റിംഗ് ആവുള്ളൂ ഓർഡറിനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പല ആൾക്കാരും പല തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ആൻഡെക്സിൻ്റെ തേർഡ് പാർട്ടി ഉപയോഗിച്ചിട്ടാണ് പല ആൾക്കാരും ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത്. കാരണം അവർക്ക് നല്ലൊരു ലിങ്ക് ഉപയോഗിച്ച് നല്ലൊരു എമൗണ്ട് അവർ ഏൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തട്ടിപ്പിലൊന്നും പോയി പെടണ്ട. ഇത് അത്യാവശ്യം യെല്ലോ കളർ ബാഗാണ്, ഒറിജിനൽ ബാഗ്. അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എല്ലായിട്ട്. ആദ്യമായിട്ട് നിങ്ങൾ ആൻഡെക്സിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ബുദ്ധിമുട്ടും ഉറപ്പാണ്. കാരണം വെച്ചാൽ ആൻഡെക്സിൻ്റെ ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ പറയുന്നുണ്ട്, കുറേ ദൂഷ്യവശങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. അതായത് ആദ്യം നിങ്ങൾ ഓർഡർ ക്യാൻസൽ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ ആൻഡെക്സ് നിങ്ങളെ റിസ്ട്രിക്റ്റ് ചെയ്യും. അതായത് കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല ആൻഡെക്സിൽ. അത്ര ദിവസം നിങ്ങൾ വെറുതെ പോകും. അതുകൂടാതെ ചില സമയത്ത് നിങ്ങൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് അവർ പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ ഇത് റിസ്ട്രിക്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ആൻഡെക്സിൽ വർക്ക് ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ഫോറിൻ സിറ്റിസനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലാംഗ്വേജിൻ്റെ ഒരു വലിയൊരു ഇഷ്യൂസ് തന്നെ ഉണ്ടാവും ആൻഡെക്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാംഗ്വേജ് ഇല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സർവ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഓർഡറും മെയിൻലി റഷ്യൻ ലാംഗ്വേജിലായിരിക്കും. ഓരോ ഓർഡർ വരുന്നത് എല്ലാം റഷ്യൻ ലാംഗ്വേജിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഈ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഏത് അപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ നാവിഗേറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ പോവാം, അതൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ഓർഡർ അവിടെ ഡെലിവറി ചെയ്തിരിക്കണം. കാരണം ഇതിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞില്ല. ആൻഡെക്സിൽ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അപ്പം ഈ അറിയുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റിയ ആളുകളായിട്ട് നിങ്ങൾ കോപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അറിയാത്ത ആളുകൾ ഇതിൽ പല ആൾക്കാർക്കും ഇപ്പോൾ ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് വളരെ തുച്ഛമായ ശമ്പളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആൻഡെക്സിൽ വർക്ക് ആണെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ യെല്ലോ ബാഗ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഓർഡർ എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഷോപ്പിൽ നിന്നാണ് ഓർഡർ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ ആദ്യമായിട്ട് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചിടാം എത്രയാണ് ഒരു ഓർഡർ കിട്ടുന്നതെന്നുള്ളതെല്ലാം എനിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി ഓർഡർ കളക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തു. ഇതാണ് ഞാൻ ഓർഡർ സെലക്ട് ചെയ്തിട്ട് ഇവിടെയാണ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ളത്. എനിക്ക് എത്ര ക്യാഷ് കിട്ടിയെന്നുള്ളത് ഞാൻ കാണിക്കാം.
ആൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് റഷ്യയിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് റഷ്യയിൽ തന്നെയുള്ള, അതായത് ഓൺലൈനിലായിട്ട് ഡെലിവറി ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അവർ ആൻഡെക്സ് ഡെലിവറി ഉണ്ട്, ആൻഡെക്സ് ടാക്സി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആൻഡെക്സിലുണ്ട്. അപ്പോൾ ആൻഡെക്സ് നല്ലൊരു ജോബ് തന്നെയാണ്. നമ്മൾ അത് അറിയുന്ന ഒരാൾ, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ബേസിക്കായിട്ടൊന്നും അറിയാത്ത ആളുകൾക്ക് പെടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആൻഡെക്സ് പല രീതിയിലുള്ള ആളുകൾ, അതായത് ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകൾ ഒരു ആൻഡെക്സ് നടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ജോബ് വെച്ചിട്ട് പല ആൾക്കാരും വലിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് റഷ്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരു ജോബ് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് 60,000, 70,000, 80,000 വരെയാണ് ഒരാൾ കമ്മീഷനായിട്ട് വാങ്ങുന്നത്. അത്രയൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ഈ ജോബ് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഫ്രീ ആയിട്ട് നമുക്കിവിടെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നേ ഉള്ളൂ. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കാരണം എന്ന് വെച്ചാൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലും യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ആൻഡെക്സിൻ്റെ ഒരു സിവിൽ മാർക്കറ്റ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് മെയിനായിട്ട് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിബർ ബാങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഇത് മെയിനായിട്ട് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ടാണ്. പിന്നെ നമ്മൾ ഇന്ന് തന്നെയെന്ന് പറയും ഇൻഡിവിജ്വൽ ടാക്സ്, നമ്മുടെ ടാക്സിൻ്റെ ഇത് വേണം. അത് റഷ്യയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ടാക്സിൻ്റെ കളാസ് റെഡിയാക്കേണ്ടതുണ്ട്. അതിന് മൈൻ അലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം ഇത് നമ്മുടെ ടാക്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻഡെക്സിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ റെഡിയാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനൊക്കെ വലിയ എമൗണ്ടാണ് ഓരോ ക്ലയൻറ്റിൻ്റെ അടുത്ത് പല തട്ടിപ്പ് ഏജൻസികൾ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉടാറ്റിൽ പോയി പെടേണ്ട എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ്. വലിയ എമൗണ്ട് ഒന്നും ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളോട് പറയുന്ന പോലെയൊന്നും അല്ല ഇവിടെ സംഭവിക്കുന്നത്. കാരണം ആൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോങ് ഡിസ്റ്റൻസിലാണ് നമുക്ക് ഓർഡറൊക്കെ തരിക. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ വളരെ അപൂർവങ്ങളിലായിട്ടാണ് നമുക്ക് അടുത്തൊക്കെ ഓർഡർ കിട്ടും. അതുപോലെ തന്നെ സെൻറ്റർ പോയിട്ടുള്ള നല്ല ഏരിയയിൽ മാത്രം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓർഡർ വരും. ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന അവിടെ നിന്ന് ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഈ ആൻഡെക്സ് പോയിന്റിലേക്ക് പോകേണ്ടി വരും. അവിടെ നിന്നൊക്കെ ആയിരിക്കും കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ വരിക. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന അടുത്തുനിന്ന് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ആൻഡെക്സ് തരാത്തൊരു സ്ഥലത്താണ് നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വലിയ ഓർഡറൊന്നും വരത്തില്ല. നമ്മൾ ആൻഡെക്സ് നിശ്ചയിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഓർഡർ എടുത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ ഞാനിന്ന് ഓർഡർ ചെയ്തിട്ട് വലിയൊരു എമൗണ്ട് ഒന്നും എനിക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു 5 hours അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ എമൗണ്ട് ഒന്നും എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നിങ്ങളോട് പറയുന്ന പോലെയല്ല സംഭവിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇതിനിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വിൻ്റർ ടൈമിലൊക്കെ നിങ്ങളെങ്ങനെ സർവേ ചെയ്യും, അതും കൂടി നിങ്ങൾക്ക് ആരാണ് വിസ എടുത്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഗുണമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ആൻഡെക്സിൽ വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം അതിൽ ബോണസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു രാവിലെ മുതൽ ഒരു 10 hours 12 hours ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകൾ നിങ്ങളടുത്ത് പറയുന്നുണ്ടാവും. കാരണം ഇതിനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അത്യാവശ്യം എമൗണ്ട് ഏൺ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇലക്ട്രിക് ബൈക്ക് വേണം, അല്ലെങ്കിൽ ബൈക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഈവൻ നമ്മളൊരു സൈക്കിളെങ്കിലും ഉണ്ടായിരിക്കണം. സൈക്കിൾ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയ ഓർഡറൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ നടന്നിട്ട് പോകുന്ന ഓർഡർ വളരെ കുറവായിരിക്കും. നടന്നിട്ട് നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക. അതിൽ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ 250 ഒക്കെ ആയിരിക്കും വരുന്നത്, ഒരു 300 അങ്ങനെയുള്ള റേഞ്ചിലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ ചിലപ്പം ഒരു 1000 അകത്തൊക്കെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി നിങ്ങൾ ഒരു ഇലക്ട്രിക് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ 5 മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കത് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആരാണ് വിസ എടുത്ത് തരുന്നത് അവരുടെ അടുത്ത് കൺഫേം ചെയ്യുക. ഒരുപാട് തട്ടിപ്പിലൂടെ ഒരുപാട് ആൾക്കാർ പലയിടത്തിലും ഈ ഡെലിവറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളായിട്ട് മാത്രം വിസ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് കൺവിൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് നല്ല വീഡിയോസും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കണം എന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ പലരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബ്രോക്ക് ഈ ആൻഡെക്സിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, എന്താണ് ബ്രോ വെറുതെ അങ്ങനെയൊക്കെ അത് പറയുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, കാരണം ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ രജിസ്റ്റർ ചെയ്താണ് ആൻഡെക്സിൽ മൊത്തത്തിൽ. ഇത് വലിയ സംഭവമാണെന്നൊക്കെയാണ് ആളുടെ മുമ്പിൽ ആളുകൾക്ക് പറഞ്ഞു പരത്തുന്നത്. അതുപോലെ ഇത് വലിയ സംഭവമൊന്നുമല്ല, വളരെ ഈസി ആയിട്ട്. പക്ഷേ ഓർഡർ നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് സ്ലോലി ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രീറ്റ് അഡ്രസ്സ് നമുക്ക് മനസ്സിലാക്കണം. അതിപ്പോൾ നമുക്ക് ആൻഡെക്സിൽ ഇട്ടിട്ട് ആൻഡെക്സിൽ നിന്ന് ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് സ്ലൈഡ് ചെയ്തിട്ട് ആ ഓർഡർ അപ്പോൾ അതിൽ കാണിക്കും. ആ ഓർഡർ എന്ന് വെച്ചാൽ അത്
സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമ്മൾ ഗാലറിയിൽ നിന്ന് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് മാത്രം കോപ്പി ചെയ്തിട്ട് ആ സ്ട്രീറ്റ് അഡ്രസ്സ് മാത്രം കോപ്പി ചെയ്തിട്ട് യാൻഡെക്സിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഒരു ട്രിക്കാണ്. അങ്ങനെ അതിലേക്ക് ഇട്ടാൽ മതി. യാൻഡെക്സ് മാപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് സ്ഥലം കാണിക്കും. നിങ്ങളെ റൂമിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി തന്നെ യാൻഡെക്സ് എത്തിക്കും. അപ്പോൾ ഇത് വലിയൊരു മെച്ചമുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അടിപൊളി സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. സാധാരണ നോർമലായിട്ട് ജീവിച്ചു പോവുക എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വലിയ സംഭവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, ഇതിനെക്കുറിച്ച് മുതലാക്കി ഒരുപാട് പേരെ പറ്റിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ സ്ക്രീൻഷോട്ട് അടക്കം എടുത്തിട്ട് കാണിക്കുന്നത്. അത് എല്ലാവർക്കും കൺവിൻസ് ആണെന്ന് വിചാരിച്ചു. കാരണം ഞാനൊരു പ്രൊഫഷണലായിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പലർക്കും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള യാൻഡെക്സിൻ്റെ ജോബുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് പല രീതിയിലും പറ്റിക്കപ്പെട്ടു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ യാൻഡെക്സിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.